പൊറുപ്പിക്കും. വേറെ ചിലർ പറയുന്നത് എന്തിൽ വിശ്വസിച്ചാലും വേണ്ടിയില്ല, ആ വിശ്വാസം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ഇതെല്ലാം പെശക. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. പാസ്റ്റർ ആയതുകൊണ്ടല്ല, വെള്ളത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ടല്ല, പിന്നെ വിശ്വസിച്ചത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന്റെ മക്കൾ സ്വർഗത്തിൽ പോകുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത കൊണ്ടല്ല. ആരിൽ വിശ്വസിച്ചുവോ അവന്റെ യോഗ്യത കൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ആരിൽ വിശ്വസിച്ചോ അവന്റെ യോഗ്യത കൊണ്ടാണ് ഒരുവൻ സ്വർഗത്തിൽ പോകുന്നത്. യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനാരുള്ളൂ? അതൊക്കെ വിവരിക്കാൻ പോയാൽ ഇവിടെങ്ങും സമയം തികയത്തില്ല. ഇവനെ പോൽ യോഗ്യൻ വേറെ ആരുമില്ല. ഇവനെ പോലെ യോഗ്യൻ ആരുണ്ട്? ഇവനെ പോലെ പ്രസംഗിക്കാൻ കൊള്ളാകുന്നവൻ ആരുണ്ട്? ഇവനെ പോലെ ആരാധിക്കാൻ കൊള്ളാകുന്നവൻ ആരുണ്ട്? ഇവനെ പോലെ സ്തുതിക്കുവാൻ കൊള്ളാകുന്നവൻ ആരുണ്ട്? ഇവനത്രേ യോഗ്യൻ. തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യോഗ്യനായ ക്രിസ്തുവിൽ ഈ നാട്ടിലെ ഏതൊരു വ്യക്തി വിശ്വസിക്കുന്നുവോ, നിങ്ങൾ ഏതു മതത്തിൽപ്പെട്ടവരാകട്ടെ, സഭാവിഭാഗക്കാരാകട്ടെ, കറുത്തവരോ വെളുത്തവരോ ആകട്ടെ, ഏതൊരു വ്യക്തി എന്റെ യേശു കുരിശിൽ മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. അതാണ് പുനരുത്ഥാനത്തിന്റെ സ്വഭാവം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, അല്ലാത്തവർ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. അടുത്തത്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ക്രമം എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം നോക്കുക, 23-ാം വാക്യം. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. അതെ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അടുത്തത്, പിന്നെ അവസാനം അന്ന്. മതി. ചിലര് ചിന്തിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കർത്താവ് ഇങ്ങോട്ട് വരും, എല്ലാവരും കൂടെ ഒറ്റയടിക്കങ്ങ് ഉയർത്തെഴുന്നേൽക്കും. കുറെ പേര് ഇടത്തും കുറെ പേര് വലത്തുമായി തിരിക്കും. ഇടത്തുള്ളവരെ നരകത്തിലേക്കും വലത്തുള്ളവരെ സ്വർഗത്തിലേക്കും. ശുഭം. ദി എൻഡ്. അങ്ങനല്ല. ഇവിടെ ക്രമം പറഞ്ഞിരിക്കുക. എല്ലാത്തിനും ഒരു ക്രമമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ പരിപാടിക്കെല്ലാം ക്രമമുണ്ട്. നമ്മുടേതാ ക്രമക്കേട് മുഴുവൻ, ഇല്ലേ? ഇവിടെ ക്രമം വെച്ചിട്ടുണ്ട്. എന്താ ക്രമം കേട്ടോ? ഓരോരുത്തരും പെട്ടെന്ന് നിർത്താം. താന്റെ നിരയിലത്രേ. ഇനി നിര പറയുക. 1-ാം നിര ആദ്യ ഫലം ക്രിസ്തു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണ്ട. എന്താ കാര്യം? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അത് 1-ാം നിര. രണ്ടാമത്, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അതാണ് 2-ാമത്തെ നിര. 3-ാമത്, പിന്നെ അവസാനം എന്ന് ഒടുവിലത്തെ നിര. മനസ്സിലായോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു കഴിഞ്ഞു, ചരിത്രത്തിൽ സംഭവിച്ചു. ഇനിയും ഈ ക്രമത്തിൽ നടക്കേണ്ടത് 2 ഉയർത്തെഴുന്നേൽപ്പാ. ഒന്ന്, ക്രിസ്തുവിനുള്ളവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലാത്തവരുടെയും ഉയർത്തെഴുന്നേൽപ്പ്. മനസ്സിലായ? ഇതിലാദ്യം നടക്കേണ്ടത് ക്രിസ്തുവിനുള്ളവരുടെ ഉയർത്തെഴുന്നേൽപ്പാ. ക്രിസ്തുവിനുള്ളവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് കേട്ടോളുക, അവന്റെ വരവിങ്കൽ. ആരുടെ വരവിങ്കൽ? യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ. അതാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. ഇതാണ് അവനുള്ളവരുടെ പുനരുത്ഥാനം. അവനുള്ളവർ ആരായി? അവനുള്ളവര് ആരാ? അവനുള്ളവര് അവനറിയുന്നവരാണ് അവനുള്ളവര്. പിടികിട്ടിയ? അവനുള്ളവര് അവൻ അറിയുന്നവരാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തു നിങ്ങളെ അറിയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്താ? ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം അറിഞ്ഞും ഇരിക്കുന്നവർ. അവിടെയാണ് അടിവര. ദൈവം അറിയണം. ദൈവത്തെ അറിഞ്ഞാൽ പോരാ, ദൈവം നമ്മെ അറിയണം. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടായില്ല,
പേരുള്ളത് കൊണ്ടായില്ല. അവനെ കൈക്കൊണ്ട്, ശ്രദ്ധിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. അവരാണ് ക്രിസ്തുവിനുള്ളവർ. അവരാണ് അവന്റെ വരവിക്കൽ പുനരുത്ഥാനം ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഈ രാത്രിയിൽ അത് സംഭവിക്കുന്നെങ്കിൽ ഇതുവരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടുകയും ഇവിടെ ഇരിക്കുന്ന സകല വിശുദ്ധന്മാരും യേശുവിന്റെ ശരീരത്തോട് തുല്യമായ ശരീരം പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് 1000 വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടും. അങ്ങനെ ചേർക്കപ്പെടുമ്പോൾ പ്രിയരെ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് മരണം നീങ്ങി എന്തു വന്നിരിക്കുന്നു? ജയം വന്നിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായി വിശുദ്ധന്മാരിൽ നിന്ന് മരണം അങ്ങനെ നീങ്ങിപ്പോവുകയാണ്. സ്തോത്രം. വിവരിക്കുന്നില്ല. രണ്ടാമത്തെ പുനരുത്ഥാനം അഥവാ രക്ഷിക്കപ്പെടാത്തവരിൽ നിന്ന് മരണം എങ്ങനെയാ നീങ്ങിപ്പോകുന്നത്? ദാ പുസ്തകം മടക്കി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ചിലതൊന്ന് വായിച്ചാട്ട് വേഗത്തിൽ. വെളിപ്പാട് 20-ന്റെ 11 മുതലുള്ള ചില വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും ശ്രദ്ധിക്കണം. ആദ്യഫലം ക്രിസ്തു. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതാണിപ്പോ ചെറുതായി ചിന്തിച്ചത്. ഇനി ഒടുവിലത്തെ പുനരുത്ഥാനം അഥവാ പിന്നെ അവസാനമെന്ന് പറയുന്ന ഒടുവിലത്തെ പുനരുത്ഥാനം അഥവാ രക്ഷിക്കപ്പെടാത്തവരുടെ പുനരുത്ഥാനം, പാപമോചനം പ്രാപിക്കാത്തവരുടെ പുനരുത്ഥാനം, അതാണ് ഇവിടെ പറയുന്നത്. അനന്തരം ഒരു വെള്ള സിംഹാസനം ഞാൻ കണ്ടു. വെള്ള സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നു. അതാരായിരിക്കുന്നത്? കർത്താവായ യേശു. എന്തിനായിരിക്കുന്നത്? ന്യായം വിധിക്കാൻ. കാരണം യേശുക്രിസ്തു പറഞ്ഞു, പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പ്രൈസ് ഗോഡ്, പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രക്ഷിക്കുന്നവൻ നാളെ ശിക്ഷിക്കുന്നവനായി പോകാൻ, ഇന്ന് കരുണ കാണിക്കുന്നവൻ നാളെ കോപിക്കാൻ പോവുകയാണ്. ഇന്ന് കൃപാസനത്തിലായിരിക്കുന്നവൻ നാളെ വെള്ള സിംഹാസനത്തിലേക്ക് മാറ്റപ്പെടാൻ പോവുകയാണ്. അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അടുത്തത്, അവന്റെ മുൻപിൽ നിന്ന് ആകാശം ഓടിപ്പോയി, പിന്നെ ഭൂമിയും ഓടിപ്പോയി. ഇപ്പോൾ ആകാശവുമില്ല, പിന്നെ ഭൂമിയുമില്ല. മരിച്ചവരാബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ് അവന്റെ മുൻപാകെ വന്നു നിന്നു. കേട്ടോണം, മരിച്ചവരാബാലവൃദ്ധം. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടവരാരുമില്ല. ഇത് മൊത്തം ഏതാ? പറഞ്ഞേ. ദൂരെ നിന്നൊക്കെ വന്നത് വല്ലതൊക്കെ പറയാനല്ലേ? പറഞ്ഞേ. മൊത്തം രക്ഷിക്കപ്പെടാത്തവരാ. രക്ഷിക്കപ്പെട്ട് ഒരൊറ്റ ദൈവ പൈതൽ ഈ കൂട്ടത്തിൽ ഇല്ലെന്ന്. എന്താ കാര്യം? ഒന്നാമത്തെ പുനരുത്ഥാനം നടന്നപ്പോൾ അവർ കർത്താവിന്റെ അടുക്കലേക്ക് അങ്ങ് പോയി. ഇതിപ്പം നിൽക്കുന്നത് മുഴുവൻ രക്ഷിക്കപ്പെടാത്തവരാ. അബാലവൃദ്ധം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയട്ടെ. ഒന്നാമത്തെ ദുഷ്ടനായ കയീൻ മുതൽ രക്ഷിക്കപ്പെടാത്ത ഒടുവിലത്തേവൻ വരെയും ഇതിന്റെ മുമ്പിലുണ്ട്. വന്ന് നിൽക്കുക. കേട്ടോ, എവിടാ നിൽക്കുന്നത്? പറഞ്ഞേ, എവിടാ നിൽക്കുന്നത്? അതെ, സിംഹാസനത്തിന്റെ മുൻപിലാ. എവിടാ നിൽക്കുന്നത്? ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, കാലം ഉറച്ചിരിക്കുന്ന ഈ മണ്ണിലാ. ഇവന്റെയൊക്കെ കാലം എവിടെ നിൽക്കുക? ആകാശം പോയെന്ന്, ഭൂമിയും പോയി, പിന്നെ എവിടെയാ നിൽക്കുന്നത്? ശൂന്യതയെ നിൽക്കുക. കഴിഞ്ഞിടയില 10 ഏക്കർ അങ്ങോട്ട് വാങ്ങിച്ചു. ചെറുക്കം വന്നപ്പോ കഴിഞ്ഞിടെ ഒരു 20 പറയൂടെ അങ്ങ് എഴുതി. നല്ല കാര്യം. പിന്നെ പെങ്കൊച്ചു വരാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ട്, വെച്ചൂച്ചിറ ഭാഗത്ത്, അവിടെയാ കൂടുതൽ ഇതുള്ള റബ്ബർ, വെച്ചൂച്ചിറ മുണ്ടക്കയം ഭാഗത്ത് ഒരു 5 ഏക്കർ കൂടെ എഴുതണം. എല്ലാ ഏക്കറിന്റെയും ആധാരം എവിടെയുണ്ട്? പെട്ടിക്കകത്തുണ്ട്. കുറെ കഴിയുമ്പോൾ നമ്മളും എവിടെയാകും? പെട്ടിക്കകത്താവും. പിടികിട്ടിയ പാടും. മണ്ണെ പ്രതി മണ്ണിക്കം വെടിയൂകില്ല ഞാൻ. മണ്ണ് കക്ഷത്തി വെച്ചോണ്ടായി പാടുന്നത്. ഏക്കർ കണക്കിനുള്ളവനായിരുന്നാലും